കഴിഞ്ഞ 12 വർഷം മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കേരളം പ്രതിരോധിച്ചു നിന്ന കാര്യങ്ങളിൽ ഒരു കൂസലുമില്ലാതെ വി.ഡി. സതീശൻ വി.ഡി. സവർക്കറുടെ ആശയത്തിലൂടെ നടപ്പാക്കിയത് എന്തൊക്കെയാണ്? 15 വി.ഡി. മോഡി ഡീൽ. നമസ്കാരം. ഇത് കേരള മുഖ്യമന്ത്രിയാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് വി.ഡി. സതീശൻ ഒരു സംഘപരിവാർ പരിപാടിയിൽ വി.ഡി. സവർക്കറുടെ ചിത്രത്തിനു മുന്നിൽ വിളക്ക് കത്തിക്കുന്നതാണ്. ഇന്ന് വരെ അതിനെ തള്ളിപ്പറയാത്ത വി.ഡി. സതീശൻ പിന്നീട് മുഖ്യമന്ത്രിയായി 3 മാസം പൂർത്തിയാക്കും മുമ്പ് കഴിഞ്ഞ കാലത്ത് കേരളം അണകെട്ടി നിർത്തിയിരുന്ന, കഴിഞ്ഞ 12 വർഷമായി ഉറച്ച പ്രതിരോധ കോട്ട കെട്ടി നിർത്തിയിരുന്ന സംഘപരിവാർ പദ്ധതികൾ ഓരോന്നായി അണതുറന്ന് വിട്ട് നടപ്പാക്കപ്പെടുന്ന കാഴ്ച കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ പിന്തുണച്ചവർ പോലും. കേന്ദ്ര ബി.ജെ.പി. സർക്കാരിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങളെപ്പോലും അതിജീവിച്ച് പലപ്പോഴും പ്രതിരോധിച്ച് പിന്മാറേണ്ടി വന്നാൽ പോലും നിലപാടുമായി മുന്നോട്ട് പോയ അവസാനത്തെ 3 സംസ്ഥാനങ്ങളായിരുന്നു ബംഗാളും തമിഴ്നാടും പിന്നെ കേരളവും. ബംഗാൾ പൂർണ്ണമായും പോയി, ബി.ജെ.പി. ഭരിച്ചു. ഇപ്പോൾ കേരളം, ബി.ജെ.പിക്ക് വെറും 3 എം.എൽ.എമാരുള്ള കേരളം യു.പിയിലെയും ഗുജറാത്തിലെയും പോലെ കേന്ദ്ര ബി.ജെ.പി. സർക്കാരിൻ്റെ സംഘപരിവാർ പദ്ധതികളുടെ വിളനിലമായി മാറുകയാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വെറും 3 മാസം തികയും മുമ്പ് കഴിഞ്ഞ 12 വർഷം മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അങ്ങനെ കേരളം പ്രതിരോധിച്ചു നിന്ന കാര്യങ്ങളിൽ ഒരു കൂസലുമില്ലാതെ വി.ഡി. സതീശൻ വി.ഡി. സവർക്കറുടെ ആശയത്തിലൂടെ നടപ്പാക്കിയത് എന്തൊക്കെയാണ്? 15 വി.ഡി. മോഡി ഡീൽ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുകയാണ്. 1. നിലപാടുകളുടെ മാറ്റമടക്കം. സവർക്കറുടെ ചിത്രത്തിൽ തിരിതെളിച്ച മുഖ്യമന്ത്രിയുടെ സർക്കാർ ഏറ്റവും ഒടുവിൽ ചെയ്തതിൽ നിന്ന് തുടങ്ങുകയാണ്. അതേ സവർക്കറെ ഭഗത് സിംഗിനും ഗാന്ധിജിക്കും മുകളിൽ പ്രതിഷ്ഠിക്കാൻ വിദ്യാഭ്യാസ മേഖലയിലൂടെ ഒരു പ്രയത്നം. സർക്കാർ വന്ന് 3 മാസം തികയും മുമ്പ് PM ശ്രീക്കായി സ്കൂളുകൾ തിരഞ്ഞെടുക്കാൻ ആലോചിക്കുന്ന വി.ഡി. സതീശൻ സർക്കാർ തന്നെ കാണിച്ച ഒരു വിധേയത്വത്തിൻ്റെ കഥ അങ്ങ് വടക്കൻ കേരളത്തിൽ നിന്ന് തന്നെ ആരംഭിച്ചു. LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സ്വാതന്ത്ര്യ സമര ക്വിസിൽപ്പെടുത്തിയ ഒരു ചോദ്യം, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്നതാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത് എന്താണെന്നോ? വി.ഡി. സവർക്കർ. ഭഗത് സിംഗ് മുതൽ ഗാന്ധിജി വരെ അപ്പോൾ ആരായി? വി.ഡി. സതീശൻ്റെ N. ഷംസുദ്ദീൻ്റെ സർക്കാർ LP സ്കൂൾ വിദ്യാർത്ഥികളുടെ തലയിൽ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ച ആ ഒരൊറ്റ ഉത്തരത്തിലൂടെ കാലങ്ങളായി കേന്ദ്രത്തിൽ സംഘപരിവാർ കഷ്ടപ്പെട്ട് ചെയ്തു വരുന്ന ഒരു അജണ്ട കേരളത്തിൽ ഈസിയായി ഇത് സെറ്റാക്കി കൊടുക്കാൻ കേരളത്തിൽ ബി.ജെ.പി. ഭരണം വരേണ്ടി വന്നില്ല. ഇനി രണ്ടാമത്തേത്, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് മെയ് 18-നാണ്. മെയ് 18-ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആദ്യത്തെ വെടി പൊട്ടിച്ചതു മുതലാണ് ഈ ഡീൽ ആരംഭിച്ചത്. അതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച. കേന്ദ്ര ബി.ജെ.പി. സർക്കാർ നിർബന്ധിച്ചുകൊണ്ടിരുന്ന വന്ദേ മാതരം ഫുൾ വേർഷൻ പാടുക എന്ന കാര്യം. കേന്ദ്ര സർക്കാർ നിയമം പാസ്സാക്കിയിട്ട് പോലും അതിനോട് പ്രതിരോധിച്ച് നിൽക്കുകയാണ് കോൺഗ്രസ് അടക്കം ഇന്ത്യ മുന്നണി. എന്നാൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അതിൻ്റെ മുഴുവൻ ഭാഗവും വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യ പരിപാടിയിൽ പാടി. ബി.ജെ.പി. അധികാരം പിടിച്ചെടുത്ത ബംഗാളിലെ സത്യപ്രതിജ്ഞയിൽ പോലും നടപ്പാക്കാത്ത കാര്യം കേരളത്തിൽ നടന്നു. അന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞത് അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശമാണ് എന്നാണ്. ഇനി മൂന്നാമത്തേത്, ഇന്നിപ്പോൾ 3-ാം മാസത്തിലേക്ക് എത്തും മുമ്പ് അസാധാരണമായി മറ്റൊരു കാര്യം കൂടി നടപ്പാക്കി കിട്ടി സംഘപരിവാറിന്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേ മാതരം മുഴുവൻ ആലപിക്കണം എന്ന് അതേ വി.ഡി. സർക്കാർ കേരളം മുഴുവൻ ഉത്തരവിറക്കി. ഉത്തരവ് നിലനിൽക്കുമ്പോൾ വാക്കാൽ P.K. കുഞ്ഞാലിക്കുട്ടി വന്നിട്ട് അണികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, പകുതി പാടിയാൽ മതി, അതൊന്നും നോക്കണ്ട എന്ന്. ഒരു സർക്കാർ ഉത്തരവിറക്കുകയും മന്ത്രി മറ്റൊന്ന് പറയുകയും ചെയ്ത് കൈ കഴുകുന്ന വിചിത്രമായ കാഴ്ച. 3 എം.എൽ.എമാർ മാത്രമുള്ള ബി.ജെ.പിക്ക് എന്തിന് കേരളത്തിൽ സ്വന്തമായി ഒരു സർക്കാർ? ഇനി 4-ാമത്തെ ഡീൽ. മെയ് 18-ന് മറ്റൊരു സുപ്രധാനമായ തീരുമാനമുണ്ടായി. പ്രതിപക്ഷത്തിരുന്നപ്പോൾ സ്വീകരിച്ച സമീപനങ്ങളെ കൂടി സംശയത്തിലാക്കിയ തീരുമാനം. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അഡ്വക്കേറ്റ് ജനറലായി ജാജു ബാബുവിനെ നിയമിച്ചു. ആരാണ് അദ്ദേഹം? മുൻ ഗവർണർ, സംഘപരിവാറിന് വേണ്ടി കേരളത്തിൽ ചാവേറായി തെരുവിലിറങ്ങിയ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിയമോപദേഷ്ടാവ്. കേരള ഗവർണറായിരുന്ന സമയത്ത് സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന പല പരിപാടികൾക്കും നേതൃത്വം നൽകിയ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അന്ന് കേരള സർക്കാർ നൽകിയ കേസുകൾ നിരവധിയായിരുന്നു. അന്നെല്ലാം അതിൻ്റെ സർക്കാരിനെതിരെ കേന്ദ്ര ബി.ജെ.പിക്ക് വേണ്ടി ഘോരഘോരം വാദിക്കാൻ ഉപദേശം കൊടുത്തയാൾ. മാത്രമല്ല, ഗവർണറുടെ കേസുകൾക്കായി കോടതിയിൽ വാദിക്കാൻ എത്തിയത് ജാജു ബാബുവിൻ്റെ ഭാര്യ കൂടിയായിരുന്നു എന്ന ആരോപണം കൂടി ഉണ്ട്. ചുരുക്കത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നാടകങ്ങളുടെ സംവിധായകൻ വി.ഡി. സതീശനായിരുന്നോ എന്ന സംശയമാണ് തുടക്കത്തിൽ തന്നെ ഉയർന്നത്. അതിന് പിന്നാലെ കാര്യങ്ങളെല്ലാം വ്യക്തമായി, മറനീക്കി വസ്തുതകൾ ഓരോന്നായി പുറത്തു വന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ആദ്യം പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോൾ അസാധാരണമായി ഒറ്റയ്ക്ക് പോയി. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണാൻ പോയപ്പോൾ ഈ
സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയെ പോലും കൂടെ കൂട്ടിയില്ല. എല്ലാം ഒറ്റയാൾ നീക്കങ്ങൾ ആയിരിക്കുമെന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു യാത്രകൾ. വി.ഡി. സതീശൻ അമിത്ഷായെ കണ്ടതിൻ്റെ അടുത്ത ദിവസം കേരളത്തിൽ ഇ.ഡി. പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ കയറി. അവിടെ നിന്ന് വിവാദം ചൂടുപിടിച്ചു. പിന്നാലെ നടന്നത് എന്തൊക്കെയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതല്ലോ ഇല്ലല്ലോ. എന്തായാലും നമുക്ക് അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. അഞ്ചാമത്തെ ഡീൽ ജൂൺ 1 മറ്റൊരു സുപ്രധാന സംഭവം. MG സർവകലാശാല VC-ആയി പ്രൊഫസർ D. മാവൂത്തിനെ നിയമിച്ചു. ആരാണ് അദ്ദേഹം? കടുത്ത സംഘപരിവാർ അനുയായി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ഒരു സർവകലാശാലയുടെ തലപ്പത്ത് നിയമനം നടക്കാൻ കേരളത്തിൽ BJP സർക്കാർ അവരുടെ ആളെ നിയമിക്കാൻ അവർ വരേണ്ടി വന്നില്ല. 3 MLA-മാർ തന്നെ ധാരാളമായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് ഏറ്റുമുട്ടലിനില്ല എന്നാണ്. എന്നാൽ അദ്ദേഹം ഏറ്റുമുട്ടൽ മാത്രമല്ല, ചെയ്തു കൊടുക്കുന്ന ഭരണം തന്നെ തുടങ്ങി. സർവകലാശാലകളിലെ പ്രവർത്തനങ്ങളിൽ ആഴത്തിൽ സംഘപരിവാർ വേരുറപ്പിച്ചു. ഏറ്റവും ഒടുവിൽ ഒരു സെമിനാറിൻ്റെ നോട്ടീസിൽ പാർട്ടിയുടെ ചിത്രമുണ്ടെന്ന് പറഞ്ഞ് ആ സംഘാടകരെ തന്നെ കുഴപ്പത്തിലാക്കി. ഹൈക്കോടതി വടിയെടുത്തപ്പോൾ മാത്രമാണ് ഈ VC അടങ്ങിയത്. അപ്പോഴേക്കും ഭരണമില്ലാതെ തന്നെ ഭരണം നടപ്പാക്കുന്നതിൻ്റെ ആഹ്ലാദം ഒരു ഭാഗത്ത് ഉയർന്നു തുടങ്ങിയിരുന്നു. ഇനി ആറാമത്തെ ഡീൽ ജൂൺ 11 ദേവസ്വം ബോർഡിൻ്റെ വക്കീലായി, അതായത് പ്രോസിക്യൂട്ടറായി സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതിയുടെ വക്കീലിനെ നിയമിക്കാനുള്ള തീരുമാനം. സംഘപരിവാർ ബന്ധമുള്ള അഡ്വക്കേറ്റ്, മോദിയെ പ്രകീർത്തിച്ചും രാഹുൽ ഗാന്ധിയെ കളിയാക്കിയുമുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം പുറത്തു വന്നു. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കീൽ കൂടിയായ അഡ്വക്കേറ്റ് KB പ്രദീപിനെ മുഖ്യമന്ത്രിയുടെ സ്വന്തം നിയമവകുപ്പ് നിയമിച്ചു. ഒടുവിൽ വിവാദാനന്തരം പിൻവലിക്കപ്പെട്ടു. അതേ സാഹചര്യത്തിൽ മറ്റാരും ഇത് അറിഞ്ഞില്ല എന്ന് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ദേവസ്വം മന്ത്രി പ്രതികരിക്കുന്ന സാഹചര്യം വന്നു. ഇനി ഏഴാമത്തെ ഡീൽ ജൂൺ 17 സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ മേജർ പ്രഖ്യാപനം ഉണ്ടായി. പ്രതിപക്ഷത്തിരുന്നപ്പോൾ അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞ PM ശ്രീ പദ്ധതി നടപ്പാക്കും എന്ന നിലപാട് പ്രഖ്യാപിച്ചു. നടപ്പാക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നാണ് മൂപ്പര് പറഞ്ഞത്, V.D. സതീശൻ. അതായത് കഴിഞ്ഞ സർക്കാർ MOU ഒപ്പിട്ട് മരവിപ്പിക്കാൻ കത്ത് നൽകിയ PM ശ്രീ പദ്ധതി പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കേരളം PM ശ്രീ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മറുപടിയും നിലവിൽ പുറത്തു വന്നു. ജബി മേത്രവും അബ്ദുൾ വഹാബും ചോദിച്ച ചോദ്യങ്ങളിൽ കേന്ദ്രം തന്നെ വ്യക്തത വരുത്തി. ഇനി കേരളം നടപടിയെടുത്താലേ PM ശ്രീ നടപ്പാക്കാനാകൂ എന്ന്. പക്ഷേ V.D. സതീശൻ അത് നടപ്പാക്കാനുള്ള നരേറ്റീവ് ഉണ്ടാക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ച് ഡെയിലി മാറ്റിയും തിരുത്തിയും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞും ഒക്കെ പ്രതികരിച്ചും ദൗത്യം നടപ്പാക്കാൻ ഇറങ്ങി. ഒടുവിൽ ഇനി സ്കൂൾ തിരഞ്ഞെടുത്താൽ മാത്രം മതി എന്നുവരെ നിലപാട് പറഞ്ഞു. എതിർത്തവരെ കൊണ്ട് ഉൾട്ടയടിപ്പിച്ച് സംഘപരിവാർ നിർവൃതി കൊണ്ടു. നാട്ടുകാർക്ക് V.D.യുടെ കഠിന പ്രയത്നത്തിൻ്റെ രഹസ്യവും എല്ലാം മനസ്സിലായി. അങ്ങനെ എട്ടാമത്തെ ഡീലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി ജൂൺ 19 നടന്ന എട്ടാമത്തെ ഡീൽ. ധനമന്ത്രി കൂടിയായ V.D. സതീശൻ കേരള സർക്കാരിൻ്റെ ബജറ്റ് അവതരിപ്പിച്ചു. കേരളമടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രം കാണിക്കുന്ന വിവേചനത്തിനെതിരായി ബജറ്റിൽ ശബ്ദം ഉയർത്തുമെന്ന് എല്ലാവരും കരുതി. അതെങ്കിലും ഉണ്ടാകും എന്ന്. നേരിട്ട് തന്നെ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. തടഞ്ഞുവെക്കപ്പെട്ട അവകാശപ്പെട്ട പണത്തിൻ്റെ കാര്യമടക്കം. എന്നാൽ ഒരക്ഷരം വിമർശനമായി ബജറ്റിൽ ഉന്നയിച്ചില്ല എന്ന് മാത്രമല്ല, അത്തരം പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചു പോലുമില്ല. കേന്ദ്ര വിമർശനം ഭീതിയുണ്ടാക്കി. സംഘർഷത്തിനില്ല എന്ന് ബജറ്റ് കഴിഞ്ഞ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുക കൂടി ചെയ്തോടെ കാര്യങ്ങൾ വ്യക്തം. അങ്ങനെ 9ാമത്തെ ഡീൽ ജൂലൈ 1 സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഉറ്റ തോഴൻ എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ആരോപിച്ച M. ശേഷാദ്രിനാഥൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ടു. കോൺഗ്രസിനെയും സർക്കാരിനെയും പിടിച്ചുകുലുക്കിയ സംഭവം. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് തന്നെ പരസ്യമായി പിൻവലിക്കണം തീരുമാനം എന്നാവശ്യപ്പെട്ടു. KPCCക്ക് കത്ത് നൽകി. വിവാദം കത്തിപ്പടർന്നു. എന്നാൽ V.D. സതീശൻ മുഖ്യമന്ത്രി കുലുങ്ങിയില്ല. പാറ പോലെ ഉറച്ചു നിന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു സംഘപരിവാർ പ്രതീകമായി അനുയായിയായി നിയമിക്കപ്പെടാൻ BJP സർക്കാർ അധികാരത്തിൽ വരേണ്ടി വന്നില്ല. PM നിയാസിൻ്റെ പരാതി ഏത് വേസ്റ്റ് ബാസ്ക്കറ്റിലാണോ എന്തോ V.D. കൊണ്ടിട്ടത്. അത് മാത്രമേ ഇനി അറിയാറുള്ളൂ. ജൂലൈ 11 10ാമത്തെ ഡീൽ. മറ്റൊരു സുപ്രധാന തീരുമാനം. സംഘപരിവാർ അനുയായി എന്ന് KSU തന്നെ ആരോപിച്ച PS ശരത് സർക്കാർ പ്ലീഡറായി നിയമിക്കപ്പെട്ടു. KSU പരസ്യമായി രംഗത്തെത്തി. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ സംഘടനയുടെ അതൃപ്തി അറിയിച്ചു. KSU ആരാണ് KSU എന്ന് ചോദിച്ച് വിദ്യാർത്ഥി സംഘടനയെ ആക്ഷേപിച്ച് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി രംഗത്തെത്തി. ഒടുക്കം അലോഷ്യസ് സേവ്യറിന് മുഖ്യമന്ത്രി അപ്പോയിൻമെൻറ്റ് കൊടുത്തു. അവർ പരാതി ഉന്നയിച്ചു. എന്നാൽ പരാതിക്ക് ശേഷം ആ പരാതി ഏത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു എന്നതാണ് അവർ അന്വേഷിക്കുന്നത്. അത് PM നിയാസിൻ്റെ പരാതി ഇട്ട ബാസ്ക്കറ്റിലാണോ അതോ വേറെ ബാസ്ക്കറ്റിലാണോ എന്നതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തായാലും KSU KPCC അപ്ലിക്കേഷൻ വേസ്റ്റിലാണെങ്കിലും സംഘപരിവാർ അപേക്ഷകർ രാജകീയമായി സിംഹാസനത്തിൽ ഇരുത്തപ്പെട്ടു. ഇനി 11ാമത്തെ ഡീൽ ജൂലൈ 16 കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു വാർത്താ സംഭവം. മോഹൻ ഭഗവത് പങ്കെടുത്ത RSS പരിപാടിയിൽ കേരളത്തിലെ സർവകലാശാല VC-മാർ പങ്കെടുത്തു. ഇവിടെ ഒരു കോൺഗ്രസിൻ്റെയോ CPM-ൻ്റെയോ പരിപാടിയിൽ പങ്കെടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ ഒരു വലിയ പ്രതിഷേധമുയർന്നപ്പോൾ V.D. സതീശൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് BJPയെ നോവിക്കാതെ തടി കൈച്ചലാക്കി. അതല്ലാതെ ഒരു നടപടിയും എടുത്തില്ല. VC-മാരോട് വിശദീകരണം പോലും ചോദിച്ചില്ല. അത് ആലോചിച്ചപ്പോഴേ മുട്ടുപറച്ചു എന്നാണ് എതിരാളികൾ പറയുന്നത്.
12ാമത്തെ ഡീൽ ഇനി 2026 ജൂലൈ 26 പോകണം. ഡൽഹി ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി സമരങ്ങൾക്കെതിരെ മനുഷ്യവിരുദ്ധമായി പ്രതികരിച്ച RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിന്റെ പ്രതികരണം. വ്യാപക പ്രതിഷേധം ഉണ്ടായി. സമരത്തിൽ പങ്കെടുക്കുന്നവർ കമ്മികളും ഇസ്ലാമിസ്റ്റുകളും ഒക്കെയാണെന്നും അവരെ വെടിവെച്ചു കൊല്ലണമെന്നും ബലാത്സംഗം ചെയ്യണം എന്നും വരെ TG ആഹ്വാനം ചെയ്തു. വിവിധ സംഘടനകൾ പ്രതിഷേധിച്ച് രംഗത്തെത്തി. കേസെടുക്കാൻ ആവശ്യമുയർന്നു. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പോലീസ് മേധാവിക്കും അടക്കം പരാതികൾ പ്രവഹിച്ചു. എന്നാൽ വിവാദത്തിനൊടുവിൽ കേസ് രജിസ്റ്റർ ചെയ്തില്ല. പ്രാഥമിക അന്വേഷണമാണ് ആദ്യം നടത്തിയത്. വ്യാപക പ്രതിഷേധത്തിന് ശേഷം 2026 ജൂലൈ 29 മാത്രമാണ് കേസെടുത്തത്. ഇന്ന് വരെ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് ഒരു കടുത്ത നടപടി പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും TG മോഹൻദാസ് സുഖമായി നടക്കുന്നു. ആളുകളെ ആക്ഷേപിച്ചും ചീത്ത വിളിച്ചും വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു. VD സതീശൻ സർക്കാർ തങ്ങളുടെ നീക്കം ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് 13ാമത്തെ ഡീലിലേക്ക് നമ്മൾ കടക്കുന്നത്. ജൂലൈ 21. ഈ ചിത്രം നോക്കൂ. മുഖ്യമന്ത്രി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ഇതൊന്നും മരണവീട്ടിലുള്ള ഒരു ഇരിപ്പ് പോലെ തോന്നിച്ചാൽ അങ്ങനെയല്ല. അപ്രതീക്ഷിതമായി ഡൽഹിയിൽ കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കെടുക്കേണ്ടി വന്നതിൻ്റെ ഒരു വിഷമം എന്ന് തോന്നിയാൽ അതാകും ശരി. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പിറന്നാളിന് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ വിളിച്ചു വരുത്തി സമരത്തിൽ പങ്കെടുപ്പിച്ചതാണ് എന്ന് പിന്നീട് വാർത്ത വന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ സമരത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കേണ്ടി വന്നു. മുദ്രാവാക്യം വിളിക്കണമെന്ന് നമ്മളാരും പറയില്ല. ആ പരിപാടി പണ്ടേ VD സതീശൻ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പോലും പറയുന്നത്. ഈ ഗതികെട്ടുള്ള ഇരിപ്പ് പക്ഷേ സങ്കടകരമായിരുന്നു. ഒടുവിൽ കേരളത്തിൽ തിരിച്ചെത്തി. സമരത്തിന് ഐക്യദാർഢ്യം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഖാർഗെയുടെ പിറന്നാൾ പങ്കെടുക്കാൻ ആണ് ഞാൻ ഡൽഹിയിൽ പോയത് എന്ന് പ്രസ് മീറ്റിൽ തിരുത്തി പറഞ്ഞ് തടി തപ്പുകയും ചെയ്തു. ആരോ മോളിൽ നിന്ന് മൂപ്പരെ നിരീക്ഷിക്കുന്നുണ്ടോ, അതിൽ ഭയമുണ്ടോ എന്ന് ആ പ്രസ് മീറ്റ് കണ്ടാൽ ആരായാലും സംശയിക്കും. അതാണ് 13ാമത്തെ കാര്യം. ഇനി 14ാമത്തെ ഡീൽ. ഓഗസ്റ്റ് 7 കേരളത്തിൽ 60 ലക്ഷത്തോളം ജനങ്ങളെ പാനിക്കാക്കിക്കൊണ്ട് സർക്കാർ ഒരു തീരുമാനമെടുത്തു. ക്ഷേമ പെൻഷൻ ഇനി മുതൽ നേരിട്ട് നൽകില്ല എന്ന തീരുമാനം. സഹകരണ ബാങ്ക് വഴിയും നൽകില്ല എന്ന തീരുമാനം. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണ മനുഷ്യരെ പണ്ട് നോട്ട് നിരോധന കാലത്തേതുപോലെ ബാങ്കുകളിൽ എത്തി നടത്തിക്കാനുള്ള പരിപാടി. എന്തിനാണ്? കേന്ദ്ര സർക്കാരിൻ്റെ 2 നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ. ഒന്ന്, സഹകരണ ബാങ്കുകളെ പൂട്ടിക്കാനുള്ള കേന്ദ്ര പദ്ധതികളിൽ ഒന്നിലേക്കുള്ള ഒരു സ്റ്റെപ്പ്. 2, ക്ഷേമ പെൻഷൻ പൊതുമേഖലാ ബാങ്കുകൾ വഴിയാക്കി സംസ്ഥാന സർക്കാരുകളുടെ നേരിട്ടുള്ള നിയന്ത്രണം ഇല്ലാതാക്കുക. ഇതോടെ കുരുക്കലായത് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും സഹകരണ ബാങ്കുകളിലൂടെ നേരിട്ട് നൽകുമ്പോൾ തേരാപ്പാര നടന്ന് ബുദ്ധിമുട്ടാതെ പെൻഷൻ വാങ്ങിയവരും ഒക്കെയാണ്. ഇനി മിനിമം ബാലൻസ്, സർവീസ് ചാർജ് എന്നെല്ലാം പറഞ്ഞ് എത്രയൊക്കെ തുക ഏതൊക്കെ മട്ടിൽ പിടുങ്ങുമെന്ന് കണ്ടു തന്നെ അറിയണം. മാത്രമല്ല, പെൻഷൻ കിട്ടിയില്ലല്ലോ എന്ന് പരാതി പറയാനും സ്കോപ്പ് കുറയും. ഇട്ടാലിട്ടു, കിട്ടിയാൽ കിട്ടി എന്ന മട്ടിലാകും. ക്ഷേമ പെൻഷൻ കള്ളുകുടിച്ച് കളയും എന്ന് പണ്ട് പറഞ്ഞ തൻ്റെ പൂർവികരുടെ വഴിയിലൂടെ അഭിമാനപൂർവ്വം VD സതീശൻ സഞ്ചരിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ പ്രീതിയും ഒപ്പം കിട്ടും. ഇനി 15ാമത്തെ ഡീൽ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സീറ്റ് ബലത്തിൽ ഭരണം നിലനിർത്തുന്ന BJPക്ക് വേണ്ടി എടുത്ത നടപടി. കാപ്പ കേസിൽപ്പെട്ട് അകത്ത് കിടക്കുന്ന സുഗതന് അനുകൂലമായി നൽകി ഭരണം നിലനിർത്താനുള്ള തന്ത്രപരമായ നീക്കം. തദ്ദേശ ആഭ്യന്തര നിയമവകുപ്പുകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സുഗതൻ. സർക്കാർ റിപ്പോർട്ട്, അതായത് കാപ്പ കേസിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സുഗതന് അവധി അനുവദിച്ചു നൽകാൻ കോർപ്പറേഷനിലെ BJP ഭരണസമിതിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന ഗുരുതരമായ കൃത്യം. ഒടുവിൽ സുഗതന് അവധിയും ലഭിച്ച് കോർപ്പറേഷൻ ഭരണവും നിലനിർത്തി മേയർ VV രാജേഷ് അമേരിക്കയിലേക്കും പോയതിനു ശേഷം തദ്ദേശ വകുപ്പ് ഒരു പാവം ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടിയെടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു. മുഖ്യമന്ത്രി ആകണം എന്നുറപ്പിച്ച് മംഗലാപുരത്തെ ചാർട്ടേഡ് വിമാനത്തിൽ പോയി NDA നേതാവിൻ്റെ മധ്യസ്ഥതയിൽ തുടങ്ങിയ ചർച്ചകൾക്ക് ഇന്ന് വരെയുള്ള നീക്കങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ, കേന്ദ്രം നിയമിച്ച കമ്മീഷണറെ പിടിച്ച് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയതിന് അതിൻ്റെ തുടർച്ചയുണ്ടോ? അദാനിയുടെ വിഴിഞ്ഞം ഓഹരി വിൽപ്പന മുതൽ ഒടുവിൽ പുനർജനിയിൽ തൂങ്ങിക്കിടക്കുന്ന കേന്ദ്ര ഏജൻസിയുടെ വാള് വരെ സംശയം നീളുകയാണ്. എന്തായാലും മോദി സർക്കാർ വന്നതിന് ശേഷം 12 വർഷമായിട്ടും ചെയ്യാൻ പറ്റാതിരുന്ന 15 കാര്യങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞ 15 കാര്യങ്ങൾ 3 മാസത്തിനകം നേടിയെടുത്ത VD സതീശൻ സർക്കാരിനെ പക്ഷേ പ്രളയത്തിൽ കുടുങ്ങിയ, ദുരിതാശ്വാസ ക്യാമ്പിലകപ്പെട്ട, കടലിൽ പോയി കാണാതായവരുടെ കരയിലുള്ള മനുഷ്യർക്കുള്ള ആശ്വാസം നൽകുന്നതിൽ അതിൻ്റെ 100-1 ശുഷ്കാന്തി പോലുമില്ല എന്നതാണ് വൈചിത്ര്യം. ഈ 15 കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങളുണ്ടാകും. നിങ്ങൾക്കും അത് കമൻറ്റിൽ രേഖപ്പെടുത്തി നമുക്ക് ചർച്ച ചെയ്യാം. അത് കൂടുതൽ മറ്റൊരു വീഡിയോക്ക് മാത്രം കണ്ടന്റ് ഉള്ളതായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? കഴിഞ്ഞ 12 വർഷം മോദി സർക്കാർ വന്നതിന് ശേഷം നടപ്പാകാതിരുന്ന ഈ 15 കാര്യങ്ങൾ മാത്രം നമ്മൾ എണ്ണി നോക്കിയതാണ്. എത്ര സിമ്പിളായതാണ് നടപ്പാക്കപ്പെട്ടത്. അവിടെ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ കിടക്കുമ്പോൾ, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഉള്ളവരെ അകപ്പെടുത്തുന്ന നടപടികൾ എടുക്കുമ്പോൾ, എന്തായാലേ അക്കരെ അക്കരെ എന്ന സിനിമയിലെ ശ്രീനിവാസൻ ഡയലോഗ് പോലെ നീ എന്നെ എത്ര വേണേലും ചവിട്ടിക്കോ, ഞാൻ കൊണ്ടോളാം എന്ന മട്ടിൽ വിധേയപ്പെട്ട് കുനിഞ്ഞു നിൽപ്പാണെന്ന് വ്യക്തം. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നന്ദി, നമസ്കാരം.